Charus Circle Words. അപ്പോൾ ഇന്ന് നമ്മൾ മീഷോ ഹോളായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. മീഷോയിൽ നിന്ന് അടിപൊളി കുറച്ച് കുർത്തീസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് കുറഞ്ഞ റേറ്റിൽ കേട്ടോ. കുറഞ്ഞ റേറ്റിൽ നമ്മൾ നല്ല പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നതും ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് കുർത്തീസ്. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ പഴയ വീഡിയോസ് ഒക്കെ കാണാത്തുണ്ടെങ്കിൽ കണ്ടു നോക്കാം. നമുക്ക് കുർത്തീസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി. നല്ല ലെങ്ത് ഉള്ള കുർത്തി എന്ന് പറയാം കേട്ടോ. നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ ഇതിന്റെ കളറാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ബ്രൈറ്റ് കളർ അല്ല കേട്ടോ, ലൈറ്റ് ഷെയ്ഡാണ്. ലൈറ്റ് ഗ്രീൻ എന്ന് പറയാം. ഒരു എന്താ പറയാ, ഒരു വല്ലാത്ത ഗ്രീനാണ്. ഇത് ഗ്രീൻ ആണോ ചോദിച്ചാൽ പെട്ടെന്ന് തോന്നുന്നവർക്ക് ഒരു ഗ്രീൻ ആയിട്ട് തോന്നില്ല. ഒരു ചാര കളറിലോട്ട് എന്നൊക്കെ പറയില്ല, ആ ഒരു കളറിലോട്ട് പോകുന്ന ഒരു ഗ്രീനാണ് കേട്ടോ. ആ ഒരു ടൈപ്പ് ഗ്രീൻ. എനിക്കിത് കറക്റ്റ് ഗ്രീനാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഗ്രീനാണ് അതിന്റെ ആ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താ വെച്ചാ ഇതിനൊരു റൗണ്ട് നെക്കാണ് കേട്ടോ. സിമ്പിൾ റൗണ്ട് നെക്കാണ്. പിന്നെ ഇതിന്റെ ഒരു പാറ്റേൺ അത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. വലിയ ഡോട്ടാണ്. വലിയ ഡോട്ട് എന്ന് കണ്ടില്ലേ, വൈറ്റ് വലിയ ഡോട്ടാണ്. വലിയ ഡോട്ടും നല്ല വലിയ റൗണ്ട് ഡോട്ടുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഓക്കെ, വലിയത് അത് അവിടെ ഇവിടെ കുറേ ഇല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ഡോട്ടുകൾ. ഇതൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ലൈറ്റ് കളറിൽ വൈറ്റ് കളറിൽ ഡോട്ട് വന്നിട്ട് തന്നെ. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ റൗണ്ട് സിമ്പിൾ നെക്കാണ്. ബാക്കിലെ നെക്ക് എന്ന് പറയുന്നത് ഇതുപോലൊരു കട്ടിങ് ഉണ്ട് കേട്ടോ. ഇതുപോലൊരു ഇവിടെ ഒരു കട്ടിങ് ആണ്. അത് ബാക്ക് നെക്ക് ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. പിന്നെ സ്ലീവ് സാധാരണ 3/4 സ്ലീവ് ആണ് കേട്ടോ. അതിന് വലിയ ഡിസൈൻ ഒന്നുമില്ല. ഇതൊരു സിമ്പിൾ കുർത്തി എന്ന് പറയാം. അത് നല്ല ലോങ് കുർത്തിയാണ്. അത് നമ്മള് പാൻസിനോടൊപ്പം ഇടാം, അല്ലെങ്കിൽ ലെഗിൻസിനോടൊപ്പം ഒക്കെ ഇടാൻ പറ്റുന്ന കുർത്തി കേട്ടോ. ഇത് സ്മോൾ സൈസ് ആണ്. പിന്നെ ഇത് റേറ്റ് 204 204 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഒരു 200 റേഞ്ചിൽ വരും ഈ ഒരു കുർത്തി. ഞാൻ മീഷോയുടെ ലൈവില് കണ്ടിട്ട് വാങ്ങിച്ചതാണിത്. അപ്പോൾ മീഷോ ലൈവ് വീഡിയോസ് ഉണ്ടാവും, ഒരു ഉച്ചക്ക് രാവിലേക്കൊക്കെ ഉണ്ടാവും ആ ഒരു വീഡിയോസ് ഒക്കെ. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ്. 204 രൂപക്കാണ് ഞാൻ ഇതിൽ വാങ്ങിച്ചിരിക്കുന്നത്. 200 രൂപ ആ ഒരു റേഞ്ചിൽ എന്തായാലും ഒരു കുർത്തി കിട്ടും. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസും കോഡും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നോക്കുക. അപ്പൊ ഇതുവരെ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ആപ്പ് വേഗം തന്നെ ഡൗൺലോഡ് ചെയ്തോ. പാൻസിനോടൊപ്പം ജീൻസിനോടൊപ്പം അതുപോലെ ലെഗിൻസിനോടൊപ്പം ഒക്കെ ഇടാൻ പറ്റുന്ന കുർത്തിയാണ് കേട്ടോ. നല്ല വൈറ്റ് പാൻസ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത വന്നിട്ട് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുർത്തി സെറ്റാണ് കേട്ടോ. സെറ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതും എന്താ പറയാ, 6 പാറ്റേണിലുള്ള ഒരു കുർത്തി. അതൊരു ഗ്രീൻ, അതിന് ഒരു ബോട്ടം, വൈറ്റ് ബോട്ടം. അപ്പൊ ഇതൊരു സെറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. നമ്മൾ നേരത്തെ കണ്ടത് ബോട്ടം ഇല്ല, വെറും കുർത്തി ആയിട്ട് തന്നെയാണ്. ഒരു ലോങ് കാഷ്വൽ കുർത്തി എന്ന് പറയാം, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതും ഡെയിലി യൂസ് ചെയ്യാൻ, ഓഫീസ് യൂസിനൊക്കെ പറ്റിയ ഒരു കുർത്തിയാണ്. ഇതിന്റെ സ്ലീവ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ഒരു പാറ്റേണും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കാണിച്ചു തരാം. അത് ഇങ്ങനെയാണ്. ഇതാണ് അതിന്റെ ഒരു 6 പാറ്റേൺ ആട്ടോ. ഇതൊരു 6 എന്ന് പറയുമ്പോൾ 6 വരുന്നത് ഗ്രീനും, ഇത് അക്വാ ബ്ലൂ എന്ന് പറയാം. അക്വാ ബ്ലൂ കളറാണ് ഈ ഒരു കുർത്തിയുടെ കളറ്. അതിനുള്ളിൽ ഈ 6 വരുന്നിടത്ത് ഒരു യെല്ലോ കളറാണ്, യെല്ലോ പാറ്റേൺ ആട്ടോ വരുന്നത്. ആ 6 വരുന്നത് യെല്ലോ കളറാണ്. ചെറിയൊരു കടുത്ത ഗ്രീനും കൂടി ഉണ്ട് കേട്ടോ, ഡാർക്ക് ഗ്രീനും കൂടി ഉണ്ട്. അപ്പൊ ഇതൊരു അക്വാ ബ്ലൂ എന്ന് പറയാം. പിന്നെ ഇതിന്റെ സ്ലീവ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ലീവാണ്. ഇതാണ് അതിന്റെ സ്ലീവ്. ഇതാണ് അതിന്റെ സ്ലീവ്. ഇതിങ്ങനെ ഒരു എന്താ പറയാ, ഇവിടെ ഇങ്ങനെ ഒരു കെട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഇത് അങ്ങനെയല്ല, ഇത് ഓപ്പൺ സ്ലീവ് അല്ല. ഇവിടെ ഇങ്ങനെ ഒരു തയ്ച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ തയ്ച്ചു വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് സ്ലീവ് വന്നിട്ട്. ഇത് 3/4 സ്ലീവ് ആണ്. നമ്മുടെ മുട്ടിന്റെ അടുത്ത് വരെ ഉള്ളൂ. മുട്ടിന്റെ അടുത്ത് വരുമ്പോൾ ഈ ഭാഗം വരുമ്പോൾ ഇതിങ്ങനെ കെട്ടി വെക്കാം. എന്നാൽ നമുക്കത് ഉള്ളിൽ വെച്ചിട്ട് കെട്ടുന്ന ടൈപ്പ് അല്ല. ഇത് ഇവിടുന്ന് മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പൊ പുറത്ത് ഇങ്ങനെ ഇട്ട് കെട്ടാം, ഏത് രീതിയിൽ വേണമെങ്കിലും കെട്ടാം. അപ്പൊ ആ ഒരു രീതിയിലത്തെ സ്ലീവാണ് കേട്ടോ ഇത്. ഇതിന്റെ സ്ലീവ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ലീവാണ്.
പിന്നെ സിമ്പിൾ റൗണ്ട് നെക്കാണ് കേട്ടോ. റൗണ്ട് നെക്ക് ആണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു വി ഷേപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. സോറി, ഈ സിമ്പിൾ റൗണ്ട് നെക്ക് എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു കുഞ്ഞു വി ഷേപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ, ഇതാണ് എൻ്റെ നെക്ക്. ബാക്കിലും സിമ്പിൾ റൗണ്ട് നെക്ക് തന്നെയാണ്. ഭയങ്കര വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് അല്ല. ഉണ്ടല്ലേ, സ്ലീവ് ഇതാണ് സ്ലീവ്. പിന്നെ സാധാ സിമ്പിൾ കുർത്തി തന്നെയാണ്. ഇതിന്റെ ഒരു കളറ് സിക്സാക് പാറ്റേണിൽ അക്വ ഗ്രീൻ കളറിലുള്ളതാണ്. ഇവിടെ സ്ലിറ്റ് ഉണ്ട്, സ്ലിറ്റ് ടൈപ്പ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് ശരിക്കും ഇതൊരു കുർത്തി മാത്രമല്ല, ഇതൊരു സെറ്റ് ആയിട്ടാണ്. അപ്പൊ ഇതിനോടൊപ്പം നമുക്കൊരു ബോട്ടം കൂടി ഉണ്ട് കേട്ടോ. ബോട്ടം എന്ന് പറയുന്നത് വൈറ്റ് ബോട്ടം ആണ്, ഒരു പാന്റ് ആണ്, വൈറ്റ് പാന്റ്. ഇതാണ് വൈറ്റ് പാന്റ്, കണ്ടില്ലേ? ഇത് എനിക്ക് നോക്കിയിട്ട് ഇത് ശരിക്കും എനിക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നി. കുറച്ച് ലെങ്ത് ഉണ്ട്. അപ്പൊ ഒന്ന് മടക്കി അടിച്ചാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പൊ അത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് കുറച്ച് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. താഴത്ത് ഇങ്ങനെ എന്താ പറയാ, ലെഗിൻസ് അല്ല, പാന്റ് ആണെങ്കിലും താഴത്ത് ഇങ്ങനെ ഒരുപാട് ലെങ്ത് ആയിട്ട് തോന്നി. ഇങ്ങനെ എന്താ പറയാ, ഒരു ഉപ്പൂറ്റിയുടെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മടക്കി അടിക്കോ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. ഇത് ഈ ഒരു പാന്റും കൂടെ വരുന്ന കുർത്തിയാണ് കേട്ടോ. അപ്പൊ ഇതിന് ശരിക്കും എന്താ പറയാ, ഈ ഒരു പാന്റും കുർത്തിയും കൂടെ വന്നിട്ട് ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് 428 രൂപയുള്ളൂ. അപ്പൊ 428 രൂപ എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ച ആ ഒരു പ്രൈസ് ആണ് കേട്ടോ. എബോവ് 400 ആണ്, ബിലോ 500 ആണ്. അപ്പോൾ 400 റേഞ്ചിൽ എന്തായാലും ഈ ഒരു കുർത്തി അടിപൊളിയാണ്. പാന്റും കൂടെ സെറ്റ് ആയിട്ടല്ലേ, ഒരു 400 രൂപയ്ക്ക് ഇത് എന്തായാലും നല്ലതാണ്. അതുപോലെ ഓഫീസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെറ്റീരിയല് റയോൺ ആണ് കേട്ടോ, റയോൺ മെറ്റീരിയൽ ആണ്, കോട്ടൺ അല്ല, ഇത് റയോൺ ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഡെയിലി യൂസ് ചെയ്യാം, ഓഫീസ് യൂസിന് പറ്റിയ ഒരു കുർത്തി തന്നെയാണ്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പാന്റ് ഉണ്ട്, അപ്പൊ പിന്നെ സെപ്പറേറ്റ് ഒരു പാന്റിന്റെ ആവശ്യമില്ല. ലെഗിൻസ് വേണമെങ്കിൽ ലെഗിൻസ് ഇടാം കേട്ടോ. ഇനി യെല്ലോ കളറിലെ ലെഗിൻസ് ഇടാം, നല്ല ഗ്രീൻ കളറിലെ ലെഗിൻസ് ഇടാം, ജീൻസിനോടൊപ്പം ഇടാം. പിന്നെ നമുക്ക് ഇതുപോലത്തെ വൈറ്റ് പാൻസിനോടൊപ്പം ഇടാം. അപ്പൊ ഈ ഒരു പാന്റും കൂടെ ആകുമ്പോൾ എന്തായാലും 400 രൂപയ്ക്ക് ഇതൊരു നല്ല കുർത്തി തന്നെയാണ്. അത്ര ഭയങ്കര വലിയ റേറ്റ് ഒന്നും തോന്നില്ല. 400 രൂപയ്ക്ക് എന്തായാലും ഒരു വർത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു കുർത്തി. അപ്പൊ അടുത്തത് ഇതാണ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു പാറ്റേൺ കുറച്ച് മുന്നേ കാണിച്ച ഒരു കുർത്തി ഉണ്ടല്ലോ, ഒരു ബോട്ടം കൂടെ ഉള്ള, അതിന് സിക്സാക്ക് ഒരു പാറ്റേൺ ആണ്. പക്ഷെ ഈ രണ്ട് പാറ്റേൺ ഒരുമിച്ച് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. പക്ഷെ കയ്യിൽ വന്ന് പാറ്റേൺ നോക്കുമ്പോൾ രണ്ടിന്റെയും പാറ്റേൺ ഒന്ന് തന്നെ ആയിപ്പോയി, സിക്സാക്ക് ആയിപ്പോയി. പക്ഷെ ഇത് ഞാൻ ആദ്യം കാണിച്ച കുർത്തിയില്ലേ, ആ ഒരു ഗ്രീൻ കളറിനകത്ത് വൈറ്റ് എന്താ പറയാ സ്പോട്ട് വരുന്ന ആ ഒരു ഡോട്ട് വരുന്ന കുർത്തി, അതിനൊപ്പം വാങ്ങിച്ചാണ് കേട്ടോ. അതും ഇതും കൂടെ ശരിക്കും എന്താ പറയാ, മീഷോയുടെ ലൈവ് കാണിക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ എടുത്തതാണിത്. അപ്പോൾ 204 രൂപയേ ഉള്ളൂ കേട്ടോ. 200 രൂപ റേഞ്ചിൽ വരുന്ന കുർത്തീസ് ആണ് ഇതൊക്കെ. അപ്പൊ 204 രൂപയ്ക്കാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പൊ ഇതിന്റെ കോഡും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം. അപ്പൊ ഇതും സിക്സാക് പാറ്റേൺ ആണ്. ഇത് നല്ല ലെങ്ത് ഉള്ള ആദ്യം കാണിച്ച പോലത്തെ ആ ഒരു ഗ്രീൻ കളറിലെ കുർത്തിയില്ല, അതേ ലെങ്ത്, അതേപോലത്തെ ലെങ്ത് ഉള്ള ഒരു കുർത്തിയാണ്. ഇത് വൈറ്റ് പാന്റിനോടൊപ്പം ഒക്കെ ഇടാം കേട്ടോ. അതുപോലെ തന്നെ വൈറ്റ് ലെഗിൻസ്, പാൻസ്, അതിന് എപ്പോൾ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. നല്ല ലെങ്ത് ഉള്ള ഒരു കുർത്തി തന്നെയാണ്. പിന്നെ ഇതൊരു റൗണ്ട് നെക്കാണ്, ഭയങ്കര വൈഡ് റൗണ്ട് നെക്കൊന്നും അല്ല കേട്ടോ, സിമ്പിൾ റൗണ്ട് നെക്കാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാം, ഓഫീസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി തന്നെയാണ്, സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി. നല്ല റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, നല്ല ഭംഗി കേട്ടോ, നല്ല കളറാണിത്. എനിക്കൊന്ന് ആ ഗ്രീനിനേക്കാളും നല്ല കളറാണ് ഈ ഒരു റെഡും വൈറ്റും. നല്ലൊരു സിക്സാക്കും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ സ്ലീവ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ കൊടുത്തപ്പോ, ഇത് ഓർഡർ ചെയ്തപ്പോ ഇതിന്റെ സ്ലീവ് വെറും സിമ്പിൾ 3/4 സ്ലീവ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ കൈ കിട്ടിയപ്പോ ശരിക്കും അതെന്താ ഇങ്ങനെ ആയെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു സ്ലീവ് ആണ് കേട്ടോ. ഇതാണ് ഇതിന്റെ സ്ലീവ്, കണ്ടില്ലേ? ഇതാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ട്. ഇത് ശരിക്കും ഞാൻ ഓർഡർ ചെയ്തപ്പോ ഈ സ്ലീവ് ആയിരുന്നില്ല ആ ഫോട്ടോയിൽ കാണിച്ചത്. സാധാ സിമ്പിൾ ഇവിടെ വരെ 3/4 സ്ലീവ് തന്നെയായിരുന്നു. ഇതിനൊപ്പം ഇങ്ങനെയും കൂടെ സ്ലീവ് ഉണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സ്ലീവ് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പൊ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു സ്ലീവ് കണ്ടില്ലേ,
കുർത്തിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയാണ്. ഒരു പാർട്ടിക്കൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ചെറിയ കല്യാണത്തിന് ഒക്കെ ഇട്ടിട്ട് പോകുന്ന ഫംഗ്ഷനൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു കുർത്തി. ഇത്രയും നേരം നമ്മൾ കാഷ്വൽ ആയിട്ട് ഓഫീസ് യൂസിന് ഡെയിലി യൂസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കുർത്തിയല്ല ആ 3 കാണിച്ചത്. ഇനി ഈ കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജസ്റ്റ് ഒരു ഫംഗ്ഷന് പോകാനായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്ത ടോപ്പാണ് കേട്ടോ. ഒരു ഫ്ലെയർഡ് കുർത്ത ടോപ്പാണിത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് വേറെ കുറച്ച് ഡിസൈൻസ് ഉണ്ട്, പല കളേഴ്സിലും ഉണ്ട്. ഈ ഒരു കളറല്ല, ഇതിന്റെ വേറെ പാറ്റേണിൽ ഒരുപാട് കണ്ടിരുന്നു. ഞാൻ ഒരു 4 ഞാൻ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു റെഡ് കളർ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ അങ്ങനെ എടുത്തതാണ്. അപ്പൊ ഈ ഒരു ഇതെന്ന് പറയുന്നത് യോക്ക് നെക്കാണ് കേട്ടോ. യോക്ക് നെക്കാണിത്. പിന്നെ റെഡ് കളർ എന്ന് പറയാം, മെറൂൺ കളർ എന്ന് പറയേണ്ടി വരും. റെഡ് കളർ എന്ന് പറയാൻ പറ്റില്ല, മെറൂൺ കളർ എന്ന് പറയാം. കുറച്ച് റെഡിൽ നിന്ന് കുറച്ച് നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ. അപ്പൊ ഇത് യോക്ക് നെക്കാണ്. ഇത് നല്ല ഫ്ലെയർ ടൈപ്പ് ആണ് കേട്ടോ. ഫ്ലെയർ ടൈപ്പ് കുർത്തയാണ്. ഈ ഒരു ഫ്ലെയർ ആണ്, കണ്ടില്ലേ? ഇത് നമുക്ക് എന്താ പറയാ, ജസ്റ്റ് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്നതാണ്. അതുപോലെ ഇത് നല്ലൊരു ചെറിയ കല്യാണത്തിന് ചെറിയൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്നത്, ഡെയിലി അല്ല, അങ്ങനെ ഇടാനും പറ്റുന്ന, ഡെയിലി എന്ന ഓഫീസ് യൂസിന് പറ്റുന്നതും കൂടിയാണ്. രണ്ടിനും പറ്റുന്ന ഒരു കുർത്തയാണ് കേട്ടോ ഇത്. അപ്പൊ ഇതിന്റെ നെക്ക് ഞാൻ പറഞ്ഞത് കുറച്ച് ഇങ്ങനെ ഒരു വി നെക്കാണ് കേട്ടോ വരുന്നത്. ഇത് എന്ത് നെക്കാന്ന് ചോദിച്ചാൽ യോക്ക് നെക്ക് ആണെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു വി മോഡലാണ് കേട്ടോ. അത് ഇങ്ങനെ, ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഓപ്പൺ ആണ്. കുറച്ച് വൈഡ് ആയിട്ട് ഇവിടെ വരെ ഉണ്ടാവും കേട്ടോ. അത് ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ച് വൈഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഉള്ളിലോട്ട് ഇങ്ങനെ വൈഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഉള്ളിൽ ഇന്നർ അതനുസരിച്ച് ഇടേണ്ടി വരും. കാരണം ഇവിടെ കുറച്ച് വൈഡായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് വലിയ നെക്ക് കുഴപ്പമായിട്ട് തോന്നിയില്ല കേട്ടോ. അതൊരു വി ഷേപ്പിലാണിത് കേട്ടോ, ഇങ്ങനെ. പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് സ്ലീവ് അല്ല, ഇതിന്റെ കോളർ ചെറിയൊരു കോളർ ടൈപ്പാണ്. കോളർ പോലെയാണ്, ദേ കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്, ചെറിയൊരു കോളറ്. പിന്നെ അതിന്റെ സ്ലീവ് വന്ന് 3/4 സ്ലീവ് തന്നെയാണ്. അവിടെ ഒരു ചെറിയ ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈൻ അല്ല, ഒരു ഇത് ലേസ് പോലെ, ലേസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ലേസ് വെച്ചാൽ, ലേസ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ടോയിൻ വെച്ചിട്ട് ഒരു ചെറിയ ഗോൾഡൻ കളറിലെ ഒരു ലേസ് വെച്ചിട്ട് ഒരു അടിച്ചിട്ടുണ്ട്. ചെറിയൊരു ഡിസൈൻ ആട്ടോ, ചെറിയ ആ കൈയുടെ അറ്റത്ത് തന്നെ. അത് നമ്മുടെ നെക്കിലും ഉണ്ട് കേട്ടോ. ബാക്ക് നെക്ക് കാണിച്ചു തരാം. നെക്കിലും ഉണ്ട്, നെക്കിലും അടിച്ചിട്ടുണ്ട്. അത് നമ്മള് റിബൺ എന്ന് പറയില്ലേ, ഗോൾഡൻ കളറിലെ റിബൺ, ആ ഒരു റിബണിന്റെ ഗിഫ്റ്റ് ഒക്കെ പൊതിയാൻ വേണ്ടി ആ ഒരു റിബണിന്റെ പാറ്റേണിലുള്ള തുണിയാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. അത് തന്നെയാണോന്ന് എനിക്കറിയില്ല. ആ ഒരു പാറ്റേണിലുള്ള ഒരു ലേസാണ് അടിച്ചിരിക്കുന്നത്. അതൊരു ചെറിയതാണ്. അത് നമുക്ക് കയ്യിലും അടിച്ചിട്ടുണ്ട്, കഴുത്തിലും, അതായത് നെക്കിലും അടിച്ചിട്ടുണ്ട്, ബാക്കിലും അടിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിലും നമുക്ക് അത്. പിന്നെ നമ്മൾ ആ ഒരു യോക്കില്ലേ, നമ്മുടെ ഈ ഒരു കഴുത്തിന്റെ ഈ ഒരു ഭാഗം, ഈ ഒരു യോക്ക് നെക്ക്, ആ ഒരു വി ഷേപ്പ് വന്നിട്ട് ആ ഫ്ലെയർ വരുന്ന ഭാഗത്തായിട്ടും അടിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? ഫ്ലെയർ ആണ്. ഇതിനൊപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന എനിക്കൊന്ന് ആംഗിൾ ലെങ്ത് ഏതെങ്കിലും ഒരു ലെഗിൻസ് പെയർ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് നീ ലെങ്തിനേക്കാൾ കൂടുതലാണ്, നീ ലെങ്ത് അല്ല, അതിൽ കൂടുതൽ നിൽക്കും. ഇതൊരു കുർത്തയാണ്, നല്ല അത്യാവശ്യം കുർത്തീസിന്റെ ആ ഒരു ലെങ്തിൽ തന്നെ ഉള്ളത് തന്നെയാണ് കേട്ടോ. കുറച്ച് അത്യാവശ്യം ലെങ്ത് ഉള്ള കുർത്ത തന്നെയാണ്. അപ്പൊ എനിക്കൊന്ന് എന്താ പറയാ, ലെഗിൻസിന്റെ ആവശ്യമില്ല, ആംഗിൾ ലെങ്തിന്റെ ആവശ്യമൊന്നും ഇല്ല. ശരിക്കും ഇത് തന്നെ ഇട്ടാൽ മതിയാവും കേട്ടോ. നല്ല ഹീലുള്ള ഒരു എന്താ പറയാ, ഒരു ഫുഡ് വെയറും കൂടെ ആകുമ്പോൾ അടിപൊളിയാവും. ഷൂസ് അല്ല, ഹീൽ ടൈപ്പ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നല്ല വലിയ കമ്മലൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ കണ്ടില്ലേ, സിമ്പിൾ ആണോ ചോദിച്ചാൽ ഭയങ്കര സിമ്പിൾ ഒന്നും അല്ല. കുറച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് വർക്കൊക്കെ ഉള്ള ഒരു പാർട്ടി വെയർ എന്നൊക്കെ പറയും. ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കുർത്തയാണ് കേട്ടോ ഇത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഗോൾഡൻ കളറിലെ ഈ ഒരു സംഭവം വെച്ചിരിക്കുന്ന തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതിന്, കണ്ടില്ലേ? അപ്പൊ ഇതിന് വന്നിട്ട് 486 രൂപയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. 486 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടല്ലോ, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം ഒരു ഫംഗ്ഷന് പോകുമ്പോൾ, ഒരു ഗെറ്റ് ടുഗദറിന് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ഫ്ലൈ ടൈപ്പ് കുർത്തിയും നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാം അത്യാവശ്യം റേറ്റ് കുറവാണ്, ഒരു 400-200 റേഞ്ചിൽ വരുന്നതാട്ടോ. എന്തായാലും അത് നമുക്ക് വാങ്ങിക്കാം, അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള കുർത്തീസ് തന്നെയാണ്. അപ്പൊ
അതൊക്കെ പെയർ ചെയ്യാൻ ലെഗിൻസോ പാൻസിനോ ഒക്കെ സിമ്പിൾ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കുക. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് മീഷോയിൽ കയറി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കുർത്തീസ് തന്നെയാണ് കേട്ടോ. അതിൽ റെഡ് കളർ മെറൂൺ കളർ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.